ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ എന്ന പുസ്തകത്തിൽ നിന്നും 15-ാം അധ്യായം. ജപമാല. ജപമാലയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് വളരെ സുപ്രധാനമായ ഒന്നാണ്. ജപമാല അർപ്പിക്കുമ്പോൾ വളരെ സൗഖ്യം ലഭിക്കുന്നു. കുടുംബങ്ങളിൽ ഏക മനസ്സോടെ ചൊല്ലുമ്പോൾ അത് സമാധാനത്തിന്റെ ഉറവിടമാണ്. ഇക്കാരണങ്ങളാൽ സാത്താന് ജപമാലയോട് വെറുപ്പാണ്. 1964 ഡിസംബർ 16 ഉണ്ടായ ഒരു സംഭവം പറയാം. എന്തുകൊണ്ടാണ് ഞാൻ ഈ തീയതി കൃത്യമായി ഓർക്കുന്നതെന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. അന്ന് ഞാൻ വളരെ ക്ഷീണിതയായി വീട്ടിലെത്തിയപ്പോൾ വളരെയധികം കത്തുകൾ എന്നെ കാത്തിരിക്കുന്നതായി കണ്ടു. ഞാൻ അതെല്ലാം തുറന്ന് വായിച്ചു നോക്കിയിട്ട് ഏറ്റവും ആവശ്യമുള്ള 2 കത്തുകൾക്ക് മറുപടി എഴുതാൻ തീരുമാനിച്ചു. 2 കത്തുകൾ തിരഞ്ഞെടുത്തപ്പോൾ അവ 2 കുടുംബങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അവരുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതിവ് പോലെ മേശയ്ക്കരികിലിരുന്ന് എഴുതുവാനുള്ള കടലാസും കവറും എടുത്തു. മേശയ്ക്ക് നടുവിലേക്ക് 2 കവറും 2 ഷീറ്റ് പേപ്പറും നീക്കിവച്ചു. എന്റെ പതിവ് രീതി അനുസരിച്ച് കത്തെഴുതും മുൻപേ കവറിൽ ഞാൻ മേൽവിലാസം എഴുതാനാരംഭിച്ചു. പെട്ടെന്ന് ചെവി തുളയ്ക്കുന്ന ഒരു ചൂളം വിളിയോടെ പിശാച് എന്റെ വലതുഭാഗത്ത് വന്നു നിന്നു. ഒരു സുന്ദരനായ കറുത്ത 30-കാരൻ ചെറുപ്പക്കാരനെ പോലെ അതികഠിനമായ വെറുപ്പോടെ എന്നെ നോക്കി. ഞാൻ അതിനെ അവഗണിച്ചുകൊണ്ട് എന്റെ എഴുത്തു തുടർന്നു. പെട്ടെന്ന് ഒരു പുകമണം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ മുറിക്കകത്തും ജനാലയിലുമൊക്കെ നോക്കി. ഒന്നുമില്ല. ഞാൻ ഇന്ന് തീ കത്തിച്ചിട്ടേയില്ലല്ലോ. ഇത് അയൽപ്പക്കത്തു നിന്നുമാണ് വരുന്നത്. വീണ്ടും ഞാൻ എന്റെ വലതുവശത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ എഴുതാൻ എടുത്തുവച്ച പേപ്പറിൽ പിശാച് കൈകൾ വച്ചിരിക്കുന്നതാണ് കണ്ടത്. അവ മേശയ്ക്കരികിലേക്ക് നീക്കിയിരുന്നു. ആ കടലാസ് കത്തിക്കരിഞ്ഞിരുന്നു. അത് കൈവച്ച സ്ഥലത്തുനിന്നാണ് പുകമണം വന്നത്. യേശുനാമത്തിൽ അവിടെ നിന്ന് പോകുവാൻ ഞാൻ ആജ്ഞാപിക്കുകയും തൽക്ഷണം അവിടം വിട്ട് പിശാച് പോവുകയും ചെയ്തു. ഞാൻ എന്റെ കത്തുകൾ എഴുതി പൂർത്തിയാക്കിയപ്പോൾ കത്തിയ കടലാസുകൾ എറിഞ്ഞു കളയാൻ ഒരുങ്ങി. അപ്പോഴാണ് മുകളിലെ കടലാസ് കത്തിപ്പോയെന്നും രണ്ടാമത്തേത് കറുത്തിട്ടേയുള്ളുവെന്നും ഞാൻ കണ്ടത്. ഇത് എന്റെ കുമ്പസാരക്കാരനെ കാണിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അത് എറിഞ്ഞു കളയാതിരുന്നതിന് അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു. കാരണം ഇൻസ്ബർഗിലെ ഊർജതന്ത്ര ലബോറട്ടറിയിൽ ഇത് പരിശോധിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മുകളിലെ കടലാസ് കത്തുകയും രണ്ടാമത്തേത് കറുക്കുക മാത്രം ചെയ്യുകയും തീരെ അസംഭവ്യമായിരുന്നു. അദ്ദേഹം പരീക്ഷണശാലക്കാരോട് ഇപ്രകാരം ചെയ്യുവാൻ സാധ്യമാണോ എന്ന് ചോദിച്ചു. 3 മാസങ്ങൾക്കു ശേഷം അവർ പറഞ്ഞു, മുകളിലെ ഒരു കടലാസ് മാത്രമായി കത്തിക്കുക വിഷമകരമാണ്. രണ്ടാമത്തെ കടലാസ് അതിനു താഴെ ഉണ്ടായിരുന്നിരിക്കാൻ വഴിയില്ല. എനിക്ക് തെറ്റുപറ്റിയതല്ലെന്ന് തീർച്ച. എന്റെ വീട് കത്തിപ്പോയപ്പോൾ ഈ കടലാസുകൾ നഷ്ടപ്പെട്ടു. എന്നാൽ എന്റെ കൈവശം അതിന്റെ ഫോട്ടോ കോപ്പിയുണ്ട്. ഫോട്ടോയിൽ കാണുന്ന പ്രകാരം ഒരിക്കൽ മാത്രമേ താഴെയുള്ള കടലാസ് നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അത്രയേറെ സാത്താൻ വെറുക്കുന്ന ഒന്നാണ് ജപമാല. ആവർത്തനം മൂലം ജപമാല ചൊല്ലുന്നത് തികച്ചും വിരസവും പ്രയോജനരഹിതവുമാണെന്ന് പറയുന്നവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നാം അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളെപ്പറ്റി മാത്രമേ സംസാരിക്കാനാകൂ എന്നാണ് വിനയം എന്നെ പഠിപ്പിക്കുന്നത്. ജപമാല വിരസവും പ്രയോജനരഹിതവുമാണെന്ന് പറയുന്നവർ ജപമാല ചൊല്ലിയിട്ടില്ല. ഈശോയുടെ ജീവിതത്തെയും പീഡാനുഭവത്തെയും ധ്യാനിച്ച് ജപമാല രഹസ്യങ്ങൾ ചൊല്ലുമ്പോൾ സമാധാനവും സന്തോഷവും ലഭിക്കുമെന്നതിനാൽ സാത്താൻ ക്രുദ്ധനാകുന്നു. വിശുദ്ധ ഡൊമിനിക്കിനോട് ജപമാല അർപ്പിക്കുന്നവർക്ക് ലഭിക്കുന്ന അനേകം കൃപകളെപ്പറ്റി പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുമുണ്ട്. ഒരു സ്ത്രീ തന്റെ പുത്തൻ ജപമാലയുമായി ഒരു വലിയ സംഘം തീർത്ഥാടകരോടൊപ്പം ജപമാല ചൊല്ലുന്നതിനായി അല്പം അകലെയുള്ള ഒരു ദേവാലയത്തിലേക്ക് യാത്രയായി. ആവൃതിയിൽ ചെന്ന് മുട്ടുകുത്തിയ ശേഷം അവൾ തന്റെ കൊന്തയെടുക്കുവാൻ ബാഗിൽ കൈവച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഏതാനും മുത്തുകളും ചെറിയ നൂൽക്കമ്പികളുമായി അവളുടെ ജപമാല ചിതറിക്കപ്പെട്ട നിലയിലായിരുന്നു. സാത്താൻ അവൾ ജപമാല ചൊല്ലാതിരിക്കാനായി അത് തകർത്തു കളഞ്ഞിരുന്നു. സാത്താൻ സൗഖ്യവും സമാധാനവും വെറുക്കുന്നു. ജപമാല സൗഖ്യം നൽകുന്ന പ്രാർത്ഥനയാകയാൽ സാത്താനെതിരെ ശക്തമായ ആയുധമാണ്. ഏതെങ്കിലും ഒരു ശുദ്ധീകരണാത്മാവ് അതിനോടൊപ്പം ജപമാല ചൊല്ലുവാൻ താങ്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ?
ഉവ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 50കളിൽ ഞാൻ ബ്ലൺസിൽ നിന്ന് ട്രെയിനിൽ കയറി യാത്ര പുറപ്പെട്ടു. തിരക്കുള്ള ദിവസമായിരുന്നതിനാൽ വളരെ പേർ ട്രെയിൻ യാത്രയ്ക്കുണ്ടായിരുന്നതിനാലും ഞാൻ പതിവ് പോലെ ഏറ്റവും പുറകിലെ കമ്പാർട്ട്മെന്റിൽ കയറി. ട്രെയിനിൽ കയറിക്കഴിഞ്ഞപ്പോൾ ഒരേ ഒരു സ്ത്രീ മാത്രം അവിടെ ഇരിക്കുന്നത് കണ്ട് ഞാൻ അവരോടൊപ്പം ചേർന്നു. ഞാൻ ഇരിക്കുന്നതിനു മുൻപ് തന്നെ ആ സ്ത്രീ, ഇതാ എന്നോടൊപ്പം ജപമാല അർപ്പിക്കുവാൻ ഒരാളെത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്നും ഒരു ജപമാല പുറത്തെടുത്തു. ഇങ്ങനെ വരുന്നവരോടൊപ്പം ജപമാല ചൊല്ലുവാനാണെങ്കിൽ താങ്കൾ തനിച്ച് യാത്ര ചെയ്യുന്നത് വളരെ നല്ലതു തന്നെ എന്നായിരുന്നു എന്റെ ആദ്യ മനോഗതം. തീർച്ചയായും അവരൊപ്പം പ്രാർത്ഥിക്കുവാൻ എനിക്ക് സന്തോഷമായിരുന്നു. മാത്രമല്ല, മറ്റാരും ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ വന്നു കയറിയതുമില്ല. ജപമാല തീർന്നപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് പെട്ടെന്നവൾ യാത്രയായി. മറ്റെല്ലായിടത്തും ആളുകൾ തിക്കിത്തിരക്കുമ്പോൾ ഞാൻ ഏകയായി യാത്ര തുടർന്നു. പെട്ടെന്ന് അതൊരു ശുദ്ധീകരണാത്മാവ് ആയിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു.